ഇപ്പോൾ ആശാ വർക്കർമാർ സമരം നടത്തുന്നു എന്ന് പറയുന്നു. 300 രൂപ കൂട്ടി വേണം, 700 ഉള്ളത്, അവർക്ക് 1000 ആക്കി തരണം എന്ന് പറഞ്ഞു. ഇപ്പം 33 രൂപ കൂട്ടി. മറ്റേ 33 രൂപ എന്ന് പറഞ്ഞാൽ അവർ 700 രൂപ ഉള്ളത് 733 ആകാന്ന് പറഞ്ഞാൽ അതെന്താണ്? അവരുടെ ഓണറേറിയം മാത്രമാണ്. അത് കഴിഞ്ഞ് ബാക്കി 13,000 14,000 വേറെ ഇത് 3,000 4,000 രൂപ കൂടുതൽ കിട്ടാനുണ്ട്. ടോട്ടലി ഒരു 10-15,000 രൂപയ്ക്ക് മേലെ കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം കൊടുക്കുന്ന പണം, കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന പണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ 2 ലക്ഷം കോടി രൂപയുടെ പിന്നെ എന്താ അടിസ്ഥാനപരമായ വികസനവും ക്ഷേമപെൻഷൻ വികസനവും 1 രൂപ ഇല്ലാതെ കയ്യിൽ കിട്ടിയ ഒരു സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രളയവും ഈ കോവിഡും ഈ പറയുന്ന നിപ്പയും കഴിഞ്ഞ് ഈ പറയുന്ന അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ അനുഭവിക്കുന്നില്ല എന്നാണ്. കേരളത്തെ മുഴുവൻ പ്രളയം വിഴുങ്ങി എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നില്ല. കേരളത്തെ മുഴുവൻ എന്താണ് കോവിഡ് വിഴുങ്ങി എന്നുള്ള ബുദ്ധിമുട്ട് ഇത് അനുഭവിക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളുണ്ട്. നിങ്ങൾ പല സംസ്ഥാനങ്ങളും നോക്കിയോ, വെള്ളപ്പൊക്കം ഉണ്ടായ പല സംസ്ഥാനങ്ങൾക്ക് ഇന്നും അതിൽ നിന്ന് തിരിച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിൽ കോവിഡ് ആഘാതം ഉണ്ടായ സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ രാജ്യങ്ങൾക്കോ തിരിച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥലത്താണ് നമുക്ക് വേറെ ഒരു വരുമാനം ഇല്ലാത്ത രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.